blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ സ്പോൺസേഴ്സിനായി ഈ സമയത്ത് പ്രാർത്ഥിക്കാം. ലോകം എമ്പാടുമുള്ള പ്രേക്ഷകർ എന്നോട് ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുക. നല്ല കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിൽ വരുന്നു. കർത്താവെ, സന്തോഷ് കുമാർ തോമസിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മക്കൾ വിവേകിനെയും വിജയെയും വിദ്യാഭ്യാസത്തിൽ അങ്ങ് ഒത്തിരി അനുഗ്രഹിക്കണമേ. നല്ല ഒരു ഭാവി കൊടുക്കണമേ. ഈ കുടുംബം മുഴുവൻ എല്ലാ നന്മകളാലും അനുഗ്രഹങ്ങളാലും നിറയട്ടെ. യേശു കർത്താവിൻ്റെ സമാധാന പ്രഭുവായ യേശു കർത്താവിൻ്റെ സമാധാനം ഈ കുടുംബത്തിൽ വാഴട്ടെ. സന്തോഷ് കുമാറിൻ്റെ ജോലിയിൽ കർത്താവ് അനുഗ്രഹങ്ങൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. അതുകൂടാതെ രാജേഷിനും അശ്വതിക്കുമായി പ്രാർത്ഥിക്കുന്നു. അവർ കർത്താവ് കുഞ്ഞുങ്ങളെ നൽകണമേ. ഏറ്റവും അവരുടെ വിവാഹ ജീവിതത്തെ അനുഗ്രഹിക്കണമേ. കൂടുതൽ നല്ല ജോലി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബിന്ദുവിനും തൻ്റെ ഭർത്താവ് രഞ്ജിത്തിനുമായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവർക്ക് ഗ്രീൻ കാർഡ് കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ 2 സ്പോൺസേഴ്സിനെയും കർത്താവെ തിരുനാമത്തിൽ ഈ സമയത്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ അങ്ങേക്ക് നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. യേശുവിനെ ക്രൂശിൽ തൂക്കിക്കിടത്തിയത് നാം തറച്ച ആണികളല്ല, പകരം നമ്മോടുള്ള സ്നേഹമായിരുന്നു. 2000 വർഷങ്ങൾക്ക് മുൻപ് യേശു ചെയ്ത ആ ത്യാഗത്തെ ഓർക്കുവാൻ ഗുഡ് ഫ്രൈഡേ സർവീസ് ഏപ്രിൽ 3-ാം തീയതി ദുഃഖവെള്ളിയാഴ്ച ദിനത്തിൽ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്ററിൽ വച്ച് ബ്രദർ ഡാമിയനും സിസ്റ്റർ ക്ഷമ ഡാമിയനും ശുശ്രൂഷിക്കുന്നു. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. അമ്മച്ചിയുടെ പേര് ജയലക്ഷ്മി. അമ്മച്ചിക്ക് 74 വയസ്സുണ്ട്. 8 വർഷങ്ങൾക്ക് മുൻപ് ഈ മാതാവിനൊരു വാദത്തിൻ്റെ അസുഖം തുടങ്ങിയിട്ട് വല്ലാതെ നടക്കാനും അങ്ങനെയുള്ള വളരെയധികം ശാരീരിക ക്ലേശങ്ങൾ തനിക്കുണ്ടായിരുന്നു. താൻ ആ 8 വർഷത്തിനിടയ്ക്ക് താൻ ചിന്തിച്ചിരുന്നത്, ഇനി എനിക്ക് ഒരിക്കലും വാക്കിംഗ് സ്റ്റിക്കിൻ്റെ സഹായത്തോടു കൂടി അല്ലാതെ നടക്കാൻ കഴിയില്ല എന്നാണ് ഈ അമ്മച്ചിയുടെ ഹൃദയത്തിലുണ്ടായിരുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ 1 വർഷം മുൻപ് ഈ മാതാവ് ബാത്റൂമിൽ വീണതിന് ശേഷം തൻ്റെ കാലിൻ്റെ മുട്ട് ചതഞ്ഞിട്ട് താൻ 1 മാസത്തോളം കട്ടിലിൽ കിടപ്പായിപ്പോയി. തനിക്ക് വാദത്തിൻ്റെ അസുഖവും അതിനെ തുടർന്ന് ഈ ഒരു പ്രശ്നം കൂടി ആയതോടുകൂടി തനിക്ക് ഒട്ടും തന്നെ നടക്കാൻ കഴിയാതെ താൻ കംപ്ലീറ്റ് ആയിട്ടും താൻ കിടപ്പിലായിപ്പോയി. അതോടൊപ്പം തന്നെ താൻ പറഞ്ഞത് ഏകദേശം ഈ വാദത്തിൻ്റെ അസുഖം ഉണ്ടായിരുന്നതുകൊണ്ട് 2 വർഷത്തോളം താൻ ആയുർവേദ ട്രീറ്റ്മെൻറ്റുകളെല്ലാം ചെയ്തു. യാതൊരു മാറ്റവും ഉണ്ടായില്ല. അലോപ്പതി ട്രീറ്റ്മെൻറ്റുകൾ അതും ഒത്തിരി വർഷങ്ങൾ ചെയ്തു. അതുകൊണ്ടും യാതൊരു ഫലം ഉണ്ടായില്ല. അതിനുശേഷം ഈ മാതാവ് പറഞ്ഞത്, അമ്മച്ചി പള്ളുരുത്തിയിലാണ് ഈ അമ്മയുടെ വീട്. ആ പള്ളുരുത്തിയിൽ തന്നെയുള്ള നമ്മുടെ ഒരു ലീഡർ ഈ അമ്മയുടെ വീട്ടിൽ ചെന്ന് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ഈ അമ്മ ചെയ്ത് നമ്മുടെ പ്രെയർ കോൾ സെൻറ്റർ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിച്ചു. അമ്മ ആ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാമെല്ലാം കാണാറുണ്ട്. കഴിഞ്ഞ വർഷം ഈ അമ്മ വീണതിന് ശേഷം തൊട്ടടുത്ത ദിവസങ്ങളിൽ ജനുവരി മാസത്തിൽ ബ്രദർ ഡാമിയൻ TV-യിലൂടെ ഇങ്ങനെ യേശു കർത്താവിൻ്റെ ക്രൂശുമരണം എല്ലാം ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മാതാവിൻ്റെ ഹൃദയത്തിലേക്ക് വലിയൊരു സന്തോഷം വന്നു. അത് പറഞ്ഞ് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ലഭിച്ചു. അതുവരെ ഒരിക്കലും നടക്കാൻ കഴിയില്ല, വലിയ ഭാരവും പ്രയാസമൊക്കെ ചിന്തിച്ചിരുന്ന അന്ന് തുടങ്ങി തൻ്റെ ഒരു മനോഭാവത്തിന് വലിയൊരു മാറ്റം വന്നു. ഈ കഴിഞ്ഞ 3 ആഴ്ചയ്ക്ക് മുമ്പ് ഈ മാതാവ് പ്രെയർ കോൾ സെൻറ്ററിലേക്കൊക്കെ വിളിച്ചു പ്രാർത്ഥിച്ചു. അതിനുശേഷം കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ ആദ്യമായി ആ വാക്കിംഗ് സ്റ്റിക്കെല്ലാം വലിച്ചെറിഞ്ഞ് ഈ അമ്മ നടക്കാൻ തുടങ്ങി. ഈ അമ്മ പറയുന്നത്, എൻ്റെ ഒരു 2ാം ജന്മമാണ്, എനിക്ക് ഒരിക്കലും ഇതുപോലെ നടക്കാൻ കഴിയുമെന്ന് ഞാൻ ചിന്തിച്ചതേയില്ല. കർത്താവ് അതുപോലെ വലിയൊരു അത്ഭുതമാണ് അമ്മയുടെ ജീവിതത്തിൽ ചെയ്തത്. ഇപ്പൊ 1 മാസമായിട്ട് 3 ആഴ്ചയായിരുന്നു ഞങ്ങൾ നടക്കാൻ തുടങ്ങിയിട്ട്. വാക്കിംഗ് സ്റ്റിക്ക് ഇല്ലാതെ 8 കൊല്ലം വാക്കിംഗ് സ്റ്റിക്ക് വെച്ച് ഞാൻ പ്രിൻസിപ്പലായിരുന്നു, വർക്ക് ചെയ്യുമായിരുന്നു. എവിടെയായിരുന്നു? STP ഇവിടെ പള്ളൂർ. ഓക്കെ, അവിടെയാണ് വർക്ക് ചെയ്തിരുന്നത്. വാക്കിംഗ് സ്റ്റിക്ക് വെച്ചുകൊണ്ടാണ് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. ആഫ്റ്റർ റിട്ടയർമെന്റും ഞാൻ പ്രിൻസിപ്പലായിട്ട് വർക്ക് ചെയ്തിരുന്നു.
ഓക്കെ ഓക്കെ ഓക്കെ. പക്ഷേ ഇപ്പോൾ 3 ആഴ്ചയായിട്ട് ഞാനിപ്പോൾ സ്റ്റിക്ക് ഇല്ലാണ്ട് നടക്കണം. പണ്ടത്തെ പോലുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല, എല്ലാം വളരെ അനായാസം ചെയ്യാൻ കഴിയുന്നുവെന്നാണ് അമ്മ പറയുന്നത്. പ്രൈസ് ഗോഡ്. വലിയ സന്തോഷമുണ്ട്. ഇപ്പം ഇത്രയും സൗന്ദര്യത്തിൻ്റെ പിന്നിലെ രഹസ്യം എന്താണെന്ന് മനസ്സിലായി. യേശു കർത്താവ് കൊടുത്ത പോസിറ്റീവ് എനർജിയാണ് അതിൻ്റെ പിന്നിലെ രഹസ്യം. അന്ന് ക്രൂസിഫിക്കേഷൻ്റെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ടൈമിൽ എക്സ്പിറേഷൻ ഇൻസ്പിറേഷൻ ഒരു ചാർട്ട് വെച്ചിട്ട് ബ്രദർ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണ്ടായിരുന്നു. അപ്പോൾ ഈ 2 മുട്ടും ഇങ്ങനെ വെച്ച് ആണി വെച്ചടിക്കുമ്പോൾ ഈ ഡയഫ്രം താഴുന്നതും പൊങ്ങുന്നതും എക്സ്പിറേഷനും ഇൻസ്പിറേഷനും ഒക്കെ ചാർട്ട് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യണ്ടായിരുന്നു. The toughest thing on the cross is to breathe in and breathe out. ഏറ്റവും ക്രൂശിക്കപ്പെട്ട ഒരു കുറ്റവാളിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ വസ്തുത എന്നുള്ളത് ശ്വാസോച്ഛ്വാസമാണ് ഏറ്റവും ബുദ്ധിമുട്ട്. If a criminal had to breathe in or breathe out, he had to push down the legs on the nail and push his chest out and pull on the wrist that nails. ഒരു കുറ്റവാളി ക്രൂശിൽ കിടക്കുമ്പോൾ അവന് ശ്വാസം എടുക്കണമെങ്കിൽ അവൻ ആദ്യം ചെയ്യേണ്ടത് അവന്റെ കാലുകളിൽ അവൻ കുനിയുകയും അവന്റെ 2 കൈകളിൽ അവൻ വലിഞ്ഞു നിവർന്ന് നെഞ്ച് മുമ്പിലോട്ട് ഉന്തിയാൽ മാത്രമേ ശ്വാസം എടുക്കാൻ സാധിക്കുകയുള്ളൂ. എത്രയും യാതന അനുഭവിക്കുന്ന ഈശോന്റെ .0.0.0.1 എനിക്കില്ലല്ലോ എന്നുള്ളൊരു പോസിറ്റീവ് എനർജി അങ്ങോട്ട് എനിക്ക് കിട്ടി. അങ്ങനെ ഞാൻ പതുക്കെ എണീറ്റ് നടക്കാനായിട്ട് തുടങ്ങി. അന്നാണ് എഴുന്നേറ്റ് നടക്കാനായി തുടങ്ങിയത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ബ്രദർ ഡാമിൻ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിപ്പിച്ചത്. പക്ഷേ അന്ന് അത് പഠിപ്പിച്ചപ്പോൾ അതിലൂടെ താൻ കിടന്ന കിടപ്പിൽ നിന്ന് താൻ എഴുന്നേറ്റു. പക്ഷേ കയ്യിൽ അപ്പോഴും വാക്കിംഗ് സ്റ്റിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ 3 ആഴ്ചയായി ഇപ്പോൾ വാക്കിംഗ് സ്റ്റിക്ക് ഇല്ലാതെയാണ് താൻ നടക്കുന്നത്. നമ്മുടെ മുൻപിൽ പോലും ഈ ആൻറ്റി ജയലക്ഷ്മി, ജയലക്ഷ്മി എന്ന് പറയുന്ന ഈ ആൻറ്റി വാക്കിംഗ് സ്റ്റിക്ക് ഇല്ലാതെയാണ് ഇവിടെ വന്നത്. ആത്മീയ ജീവിതത്തിൽ നിങ്ങൾക്കുള്ള സംശയങ്ങൾ ബ്രദർ ഡാമിനോട് ഫോണിലൂടെ ചോദിക്കുവാനുള്ള ഒരു സുവർണാവസരം. ഏപ്രിൽ 7-ാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് 4 മുതൽ 6 വരെ മാത്രം. വിളിക്കേണ്ട നമ്പർ 0484 422 110. Death on a cross in those days was the greatest humiliation for a criminal. ഒരു കുറ്റവാളിക്ക് ലഭിക്കാവുന്നതിനും വെച്ച് ഏറ്റവും പരിതാപകരമായ നാണക്കേടുളവാക്കാവുന്ന ഒരു ശിക്ഷയായിരുന്നു അന്നത്തെ കാലത്തെ ക്രൂശീകരണം. We see different paintings and dramatized versions and films where Jesus is hanging on the cross with loin cloths, but actually in those days when a criminal was crucified, no cloth was given. He was fully naked. നാം ഇന്ന് കാണുന്ന പടങ്ങളിൽ അതുപോലെ സിനിമകളിൽ ക്രൂശിക്കപ്പെട്ട യേശുവിനെ ചിത്രീകരിക്കുമ്പോൾ അല്പവസ്ത്രം ധരിക്കുന്ന വ്യക്തിയായിട്ടാണ് നാം അവിടെ യേശുവിനെ കണ്ടിട്ടുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു വസ്ത്രം പോലും ധരിക്കാതെ പൂർണ്ണ നഗ്നനായിട്ടാണ് ഒരു കുറ്റവാളിയെ ക്രൂശിക്കുന്നത്. Jesus became naked for us so that we could wear the robe of righteousness. യേശു നമുക്ക് വേണ്ടി വിവസ്ത്രനായി തീർന്നു. എന്തിനെന്ന് ചോദിച്ചാൽ നമുക്ക് നല്ല വസ്ത്രം നമ്മെ ധരിപ്പിക്കുവാനായി. And he was sentenced to be scourged 40 times. അവന്റെ പുറത്ത് 40 പ്രാവശ്യം 40 തവണകൾ ചാട്ടവാറുകൊണ്ട് അവർ അടിച്ചു. And that whip had a strong wooden handle. ആ അടിച്ച ചാട്ടവാറിന്റെ പിടിക്ക് ഒരു നല്ലൊരു മരത്തിന്റെ പിടിയുണ്ട്. And leather straps hung from the wooden handle. ആ മരപ്പിടിയിൽ നിന്ന് താഴേക്ക് വരുന്നത് കയറുകളല്ലായിരുന്നു, മറിച്ച് മൃഗങ്ങളുടെ തോല് റിബൺ പോലെ പിരിച്ച് അത് ഇട്ടതായിരുന്നു. And these leather straps were intertwined, plaited
and in between small bones, metal hooks and metal bowls were fixed. ഈ ഓരോ ഈ മൃഗങ്ങളുടെ തോല് കൊണ്ടുണ്ടാക്കിയ ആ പിരി, ആ ഓരോ കയറ് പിരിയും അതിനിടയിൽ എല്ലിന്റെ കഷ്ണങ്ങൾ, കൂർത്തുമൂർത്ത ആണികൾ, അതുപോലെ കൊളുത്തുകൾ, അതുപോലെ ഈയത്തിന്റെ കട്ടകൾ തുടങ്ങിയവ അതിനുള്ളിൽ ചേർത്ത് കോർത്ത് എടുത്ത ലെതർ സ്ട്രാപ്പ് ആയിരുന്നു അത്. Roman soldiers were very healthy, strong men. നിങ്ങൾക്കറിയാം, റോമൻ പടയാളികൾ വളരെ ശക്തരായ ആരോഗ്യവാന്മാരായ പുരുഷന്മാരായിരുന്നു. With all their might they whipped him 39 times. അവരുടെ പൂർണ്ണ ശക്തിയും എടുത്ത് അവർ 39 പ്രാവശ്യം അവന്റെ പുറത്ത് അവർ അടിച്ചു. Each time ribbons of flesh came off from his back. ഓരോ പ്രാവശ്യവും യേശുവിന്റെ ശരീരത്തിൽ നിന്ന് മാംസ കഷണങ്ങൾ അടർന്നു വീണു. And blood started oozing. എന്ന് മാത്രമല്ല, രക്തം പൊടിയുകയല്ല, രക്തം അവിടെ നിന്ന് കുതിച്ച് പാഞ്ഞു വെളിയിലേക്ക് ഒഴുകാൻ തുടങ്ങി. And after each beating, whipping, the wounds went deeper and deeper. ഓരോ പ്രാവശ്യവും അവന്റെ പുറത്ത് എല്ലിൻ കഷണങ്ങളും കൊളുത്തും ഈയ കട്ടകളും അടങ്ങിയ ചാട്ടവാറ് കൊണ്ട് അടിക്കുമ്പോൾ and each time it went deeper, and even the veins, the arteries were cut. ഓരോ പ്രാവശ്യവും ആ മുറിവുകൾ ആഴത്തിലാകാൻ തുടങ്ങി, രക്തധമനികൾ, സിരകൾ പൊട്ടാൻ തുടങ്ങി. And each time the heart beat. You know what happened? The flow, the blood was gushing out each time. With each heartbeat, rhythmically the blood was flowing, gushing out. നിങ്ങൾക്കറിയാം, ശരീരത്തിലെ ധമനികൾ മുറിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഓരോ പ്രാവശ്യവും യേശുവിന്റെ ഹൃദയം ഇടിക്കുന്നതിനോടൊപ്പം, ഓരോ പ്രാവശ്യവും അവന്റെ ഹൃദയത്തിലെ പമ്പിംഗ്, ഹൃദയം ഇടിക്കുമ്പോഴും ശരീരത്തിൽ നിന്ന് ആ പമ്പിങ്ങിനോടൊപ്പം രക്തം വെളിയിലേക്ക് കുതിച്ച് പാഞ്ഞു വെളിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കും. The Bible says, these stripes were for our healing. ബൈബിൾ പറയുന്നു, അവന്റെ അടിപ്പിണരുകളാൽ നാം സൗഖ്യം വന്നിരിക്കുന്നു. 39 stripes for the healing of the world. ഓർക്കുക, ലോകത്തിന് ദൈവം കൊടുത്ത ആ സൗഖ്യത്തിന്റെ അടിപ്പിണരുകൾ 39 അടിപ്പിണരുകളായിരുന്നു. That is the medicine bottle for the perishing sick world. ഈ രോഗമുള്ള ലോകത്തിന് ദൈവത്തിന് കൊടുക്കാൻ സാധിച്ച ഔഷധ കുപ്പിയാണ് യേശുവിന്റെ പുറത്തെ 39 അടിപ്പിണരുകൾ. And we have seen the picturization of Jesus' crown of thorns like a wreath. നിങ്ങൾ ചിത്രത്തിൽ കണ്ടു കാണുമല്ലോ, യേശുവിന്റെ തലയിൽ അത് മുൾക്കിരീടം കൊണ്ടുള്ള, മുള്ളുകൊണ്ടുള്ള ഒരു കിരീടമാണ് അവർ ധരിപ്പിച്ചത്. We see the shape of a crown, round shape, but that was not the actual shape. It was just like a cap or a helmet. From every side there were thorns, 1 inch minimum length. സാധാരണ നിങ്ങൾ കാണുന്നത് പോലെ, നാം കണ്ടിട്ടുള്ളത് പോലെ ഒരു റീത്ത് പോലെ വെക്കുന്ന, ഒരു കിരീടം പോലെ വെക്കുന്ന ഒരു ക്രൗൺ അല്ല, മുള്ളിന്റെ കിരീടമല്ല തലയിൽ, മറിച്ചൊരു ഹെൽമെറ്റ് പോലെ മുഴുവൻ തല മുഴുവൻ കവർ ചെയ്യുന്ന വിധത്തിൽ മുള്ളുകൾ കൊണ്ട്, 1 ഇഞ്ചോളം നീളമുള്ള മുള്ളുകൾ കൊണ്ട് നിറഞ്ഞ ആ മുൾക്കിരീടമാണ് അവന്റെ തലയിൽ വെച്ചത്. The Roman soldiers took a huge staff and started striking on the head of Jesus upon the crown so that it could fix on his head. കുറ്റവാളികളുടെ തലയിൽ അവർ വെക്കുന്ന മുൾക്കിരീടം അവന്റെ അവസാനം വരെ നിൽക്കാൻ വേണ്ടി, അത് തലയിൽ നിന്ന് വീണു പോകാതിരിക്കാൻ വേണ്ടി റോമൻ പടയാളികൾ ഒരു വലിയ വടി എടുത്തു കൊണ്ടുവന്ന് ആ മുൾക്കിരീടം അവന്റെ തലയിൽ അടിച്ചു കയറ്റി. The thorns went deep into his skull. Sometimes they have struck his brain. ആ മുള്ളുകൾ അവന്റെ തലയോട്ടി ഭേദിച്ച് അവന്റെ തലച്ചോറിന് വരെ കേടുപാട് വരുത്തുന്ന രീതിയിൽ അത് ആഴ്ന്നിറങ്ങി. Then he made him carry the cross. അതിനുശേഷം അവനെ ക്രൂശ് ചുമക്കുവാൻ അവർ നിർബന്ധിച്ചു.
the horizontal block of the cross, which was called platibulum. പ്ലാറ്റിബ്യൂലം എന്ന പേരിലാണ് തിരശ്ചീനമായി നിൽക്കുന്ന തടിയെ പറയുന്ന പ്ലാറ്റിബ്യൂലം. അത് അവർ എടുത്തു. Around 50 kilograms on his back. ഇതാ നോക്കൂ, അവന്റെ പുറകിൽ ഇപ്പോൾ ഏതാണ്ട് 60 കിലോഗ്രാം ഇപ്പോൾ അവന്റെ പുറകിൽ ഇരിക്കുകയാണ്. Already there is no skin. നോക്കൂ, പുറത്ത് blood is gushing out. അവന്റെ പുറത്ത് അടി കൊണ്ടിട്ട് തൊലിയൊന്നും പുറത്തില്ല, രക്തം അവിടെ നിന്ന് വമിച്ചുകൊണ്ടിരിക്കുകയാണ്. This huge platibulum, മാംസകഷ്ണങ്ങൾ പറഞ്ഞു കീറിയ ആ പുറത്തേക്ക് 60 കിലോ ഭാരമുള്ള ആ പ്ലാറ്റിബ്യൂലം അവരെടുത്തു വെച്ചു. and he fell many times. അവൻ പല പ്രാവശ്യവും ആ ഭാരം താങ്ങാൻ സാധിക്കാതെ അവൻ താഴെ വീണു. Somebody said, thank you, Lord. കൈകൾ ഉയർത്തിയിട്ട് എത്ര പേര് പറയും, നന്ദി യേശുവേ. Without my compulsion, without my requesting you, how many of you can really thank the Lord? എൻ്റെ നിർബന്ധമില്ലാതെ, ഞാൻ പറയാതെ തന്നെ നിങ്ങൾ എത്ര പേർക്ക് നന്ദി പറയാൻ സാധിക്കും? Look at me, please. ദയവായി എന്നെ ശ്രദ്ധിച്ചു. When he was nailed to the cross, അവൻ ക്രൂശിൽ ആണിയടിക്കപ്പെട്ട് നിൽക്കുമ്പോൾ, usually we see a nail piercing here on the palm. നാം പലപ്പോഴുമായി പടങ്ങളിലെല്ലാം കണ്ടിട്ടുള്ളത് കൈയുടെ ഈ നടുക്കായിട്ട് ആണിയടിച്ചിരിക്കുന്നതായിട്ടാണ്. But a 5 to 7 inch long iron nail was pierced to this side between the two bones here, through this side. എന്നാൽ യഥാർത്ഥത്തിൽ 5 മുതൽ 7 ഇഞ്ച് വരെ നീളമുള്ള ആണികൾ അടിച്ചത് ഇവിടെയല്ലായിരുന്നു. ഈ കൈയുടെ ഈ റിസ്റ്റിന്റെ ഭാഗത്ത് 2 എല്ലിന്റെയും ഇടയിലായിട്ടാണ് ആ ആണി അടിച്ചത്. A longer nail was used to nail both his foot together. എന്ന് മാത്രമല്ല, ഒരു വലിയ ആണിയെടുത്ത് 2 കാലുകളും ചേർത്തിട്ട് അവരടിച്ചു. The toughest thing on the cross is to breathe in and breathe out. ഏറ്റവും ക്രൂശിക്കപ്പെട്ട ഒരു കുറ്റവാളിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ വസ്തുത എന്നുള്ളത് ശ്വാസം എടുക്കാനും ശ്വാസോച്ഛ്വാസമാണ് ഏറ്റവും ബുദ്ധിമുട്ട്. If a criminal had to breathe in or breathe out, he had to push down the legs on the nail and push his chest out and pull on the wrist that nails. ആ ഒരു കുറ്റവാളി ക്രൂശിൽ കിടക്കുമ്പോൾ അവന് ശ്വാസം എടുക്കണമെങ്കിൽ 2 കൈകളും ആണിയടിച്ച് 2 കാലുകളും ചേർത്തടിച്ച് കിടന്നു കഴിഞ്ഞാൽ ഒരാൾക്ക് ശ്വാസം എടുക്കണമെങ്കിൽ അവൻ ആദ്യം ചെയ്യേണ്ടത് അവന്റെ കാലുകളിൽ അവൻ കുനിയുകയും അവന്റെ 2 കൈകളിൽ അവൻ വലിഞ്ഞു നിവർന്ന് നെഞ്ചു മുമ്പിലോട്ട് ഉന്തിയാൽ മാത്രമേ ശ്വാസം എടുക്കാൻ സാധിക്കുകയുള്ളൂ. Each breathing excruciating pain. ഓരോ അവന്റെ ശ്വാസം എടുക്കുമ്പോഴും കഠിന പ്രാണവേദനയിൽ അവനായി. Somebody say thank you, Lord. എത്ര പേർ കൈകൾ ഉയർത്തിയിട്ട് പറയും നന്ദി യേശുവേ. Hallelujah. And hanging on the cross, he started speaking it to his mother and his disciple and to us, to the Father. ഓർക്കൂ, ആ ക്രൂശിൽ കിടന്നുകൊണ്ട് ആ പ്രാണവേദനയിലായിരിക്കുമ്പോഴാണ് ക്രൂശിലെ 7 മൊഴികൾ അവന്റെ അമ്മയോട്, അവന്റെ ശിഷ്യനോട്, ലോകത്തോട് മുഴുവൻ, പിതാവാം ദൈവത്തോട് പോലും അവൻ സംസാരിച്ചത്. Each word came with great pain. ഓരോ വാക്കുകളും അവൻ ക്രൂശിൽ കിടന്നു പറഞ്ഞത് പ്രാണവേദനയിലായിരുന്നു. That was for you. That was for me. അത് നിങ്ങൾക്ക് വേണ്ടിയായിരുന്നു, അത് എനിക്ക് വേണ്ടിയായിരുന്നു. Why am I describing all these things? ഈ ഓരോ കാര്യങ്ങളും ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും ചിത്രീകരിച്ച് നിങ്ങളോട് പറയുന്നത്? If only we understand the suffering of Christ for us to redeem us, we will really live a committed life for Jesus the rest of our life. യേശു നമുക്ക് വേണ്ടി സഹിച്ച പങ്കപാടുകൾ, വേദനകൾ യഥാർത്ഥത്തിൽ നാം തിരിച്ചറിഞ്ഞാൽ മാത്രമേ യഥാർത്ഥ ഒരു വിശ്വാസിയായി യേശുവിനെ അനുഗമിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. Peter, will you denounce me again? പത്രോസിനോട് ചോദിക്കുകയാണ്, പത്രോസേ നീ എന്നെ തള്ളി പറയുമോ? Disciples, will you desert me again? ശിഷ്യന്മാരെ നിങ്ങൾ ഇനിയും എന്നെ ഉപേക്ഷിച്ചിട്ട് പോകുമോ? The same questions are asked
towards these people who are attending this service today. ഇന്നത്തെ സർവീസിൽ അറ്റൻഡ് ചെയ്യുന്ന ഓരോ വ്യക്തികളോടും ഇതേ ചോദ്യം ദൈവം ഇന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. How many of you will lift your hands and say, Lord Jesus, I will never go away from you, Lord. എത്ര പേർ കൈകൾ ഉയർത്തിയിട്ട് യേശുവിനോട് പറയും, യേശുവേ ഞാൻ ഒരിക്കലും അങ്ങേ ഉപേക്ഷിച്ചിട്ട് പോകയില്ല കർത്താവേ. Hallelujah. Hallelujah. Jesus' love was not just a sentence of death. യേശുവിന്റെ മരണം എന്നുള്ളത് ഒരു വാക്കിൽ ഒതുങ്ങുന്ന ഒന്നല്ല. It was just a demonstration of his love for each one of us. നമ്മെ ഓരോരുത്തരും അവൻ സ്നേഹിച്ച സ്നേഹത്തിന്റെ പ്രദർശനമാണ് അവന്റെ മരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Greater love has no man than this, that a man lay down his life for his friends. തന്റെ സ്നേഹിതന് വേണ്ടി ജീവൻ കൊടുക്കുന്നതിനേക്കാൾ വലിയൊരു സ്നേഹമില്ലെന്ന് ബൈബിൾ പറയുന്നു. വലിയ വിശ്വാസത്തോടെയാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഇപ്പോൾ ചെല്ലാൻ പോകുന്നത്. തീർച്ചയായും നമ്മുടെ വിശ്വാസത്തെ കർത്താവ് മാനിക്കും. വലിയ കർത്താവെ, ഈ സമയത്ത് തന്നെ കർത്താവിൻ്റെ സൗഖ്യമാക്കുന്ന കരം, വിടുവിക്കുന്ന കരം ഓരോ വ്യക്തിയുടെ മേലും സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹൃദയം തകർന്നിരിക്കുന്ന വ്യക്തികൾക്ക്, മനസ്സ് തകർന്നിരിക്കുന്ന വ്യക്തികൾക്ക്, ഹൃദയം നുറുങ്ങിയിരിക്കുന്ന വ്യക്തികൾക്ക് അങ്ങ് സമീപസ്ഥനും അങ്ങ് ആശ്വാസദായകനുമാണല്ലോ. ഈ സമയത്ത് ദുഃഖിതന്മാർ എല്ലാവരെയും, ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവരെയും ഒരു വലിയ ആശ്വാസത്താൽ, ദൈവികമായ ആശ്വാസത്താൽ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സമാധാനത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രശ്നങ്ങളിൽ നട്ടം തിരിയുന്നവരെ അങ്ങ് പുറത്തെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൂടാതെ രോഗം മൂലം പ്രയാസപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. വളരെ വ്യക്തമായി എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് മനസ്സിലാക്കി തരുന്നത്, വലിയൊരു രോഗം വന്നിരിക്കുന്നു, ചികിത്സയ്ക്ക് വേണ്ടി വലിയ ചെലവ് ആവശ്യമാണ്. കുടുംബം മുഴുവൻ മാനസികമായി തകർന്നിരിക്കുകയാണ്, കാരണം പണമില്ല. എന്നാൽ അത്ഭുതകരമായി യേശു സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ സാധ്യമല്ല. അതുപോലെ എന്നോട് ചേർന്ന് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ആ അവസ്ഥയിലായിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കുമായി പ്രാർത്ഥിക്കുന്നു. സമ്പൂർണ്ണമായ വിടുതലും സൗഖ്യവും കർത്താവ് അവർക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചികിത്സിക്കുവാൻ പണമില്ലാതെ തകർന്നിരിക്കുന്ന കുടുംബങ്ങളെ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ ട്രീറ്റ്മെൻറ്റ് വേണ്ടാത്ത രീതിയിൽ, അതല്ലെങ്കിൽ ഒരു സർജറി വേണ്ടാത്ത രീതിയിൽ കർത്താവെ സമ്പൂർണ്ണമായ സൗഖ്യം അങ്ങ് കൊടുക്കണമേ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്. ശ്വാസകോശത്തോടനുബന്ധിച്ചുള്ള രോഗങ്ങൾ ഇപ്പോൾ കർത്താവ് സൗഖ്യമാക്കും. ഒരുപക്ഷെ ന്യൂമോണിയ ആകാം, ബ്രോങ്കൈറ്റിസ് ആകാം, അതല്ലെങ്കിൽ റെസ്പിറേറ്ററി സിസ്റ്റത്തിനുള്ള ഏത് രോഗവുമാകാം. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അവർ സൗഖ്യമാകട്ടെ. നട്ടെല്ലിൻ്റെ കശേരുകൾക്ക് അകൽച്ചയോ അല്ലെങ്കിൽ നിരതെറ്റിയിരിക്കുന്നതോ ഡിസ്കുകൾക്ക് തകരാറുള്ളതോ അങ്ങനെയുള്ള രോഗങ്ങളും കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ സൗഖ്യങ്ങൾ നടക്കട്ടെ. കിടന്ന കിടപ്പിൽ തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പലരെയും കർത്താവ് സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു. ചില വ്യക്തികൾക്ക്, കിടന്ന കിടപ്പിലുള്ള ചില വ്യക്തികൾക്ക് ആരോ സ്പർശിക്കുന്നത് പോലെ ശരീരത്തിൽ തോന്നുന്നുണ്ട്. അത് യേശുവിൻ്റെ കരമാണ്. എന്തോ ഒരു പ്രത്യേക അനുഭവം ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ട്. ദാറ്റ് ഈസ് ദ ടച്ച് ഓഫ് ഗോഡ്. നിങ്ങൾക്ക് സൗഖ്യം തിരിച്ചറിയാൻ കഴിഞ്ഞെങ്കിൽ ആ കിടക്കിൽ എഴുന്നേൽക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്ന് മാത്രമല്ല, ശരീരത്തിൻ്റെ ആരോഗ്യം എന്ന് വെച്ചാൽ ചില വ്യക്തികളുടെ ഈ രോഗം മൂലം ചില വ്യക്തികളുടെ വെയിറ്റ് വല്ലാതെ കുറഞ്ഞ് അസ്ഥിപഞ്ജരം പോലെ ആയിരിക്കുകയാണ്. പക്ഷെ ഇന്ന് മുതൽ ആ ശരീരത്തിൻ്റെ വെയിറ്റ് നോർമലായി തന്നെ പിക്കപ്പ് ചെയ്യാൻ പോവുകയാണ്. താങ്ക് യു ജീസസ്. രക്തത്തോട് അനുബന്ധിച്ചുള്ള രോഗങ്ങളെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. ക്രിസ്റ്റഫർ എന്നു പേരുള്ളൊരു സഹോദരൻ രക്തം സംബന്ധിച്ചുള്ള പ്രയാസങ്ങളെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്.
ഒരു കാതിൻ്റെ കേൾവി ശക്തി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് അത് റെസ്റ്റോർ ചെയ്യുന്നു. ആ ഹിയറിങ് തിരിച്ചു വരികയാണ്. കണ്ണുകൾക്ക് കാഴ്ച ഉണ്ടാകട്ടെ, സംസാരശേഷി മടങ്ങി വരട്ടെ. അതുപോലെ സ്ട്രോക്ക് മൂലം ഒരു വശം തളർന്നു പോവുകയും ഓർമ്മശക്തി നഷ്ടപ്പെടുകയൊക്കെ ചെയ്തിട്ടുള്ള, സംസാരം ശരിയായ രീതിയിൽ സ്ഫുടമല്ലാത്ത വ്യക്തികളെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. അതുപോലെ ആക്സിഡൻ്റ് നിമിത്തം വീട്ടിൽ തന്നെ ആയിരിക്കുന്ന, ജോലിക്ക് പോകാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവരെ കർത്താവ് സൗഖ്യമാക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കുട്ടികളില്ലാതെ പ്രയാസപ്പെടുന്ന എല്ലാ ഭാര്യ ഭർത്താക്കന്മാർക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ള കർത്താവെ അത്ഭുതകരമായി അങ്ങ് കുഞ്ഞുങ്ങളെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ സൗഖ്യമാകട്ടെ, എയ്ഡ്സ് രോഗം സൗഖ്യമാകട്ടെ. എല്ലാറ്റിനും ദൈവികമായൊരു വിടുതൽ കർത്താവ് നീ കൊടുക്കുന്നതിനായി നന്ദി പറയുന്നു. ഇനി ഞാൻ പറയാത്ത വിഷയങ്ങൾ എന്താണെങ്കിലും, നിങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയം എന്താണെങ്കിലും ഈ സമയത്ത് ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കണ്ണടച്ച് വിശ്വസിക്കുക. കർത്താവെ, ഏതു പ്രശ്നമാണെങ്കിലും നിൻ്റെ കരം ഒന്ന് തൊട്ട് വിടുവിക്കണമേ. വസ്തു സംബന്ധമായ പ്രയാസങ്ങൾ, വീടിൻ്റെ പണിയുടെ പ്രയാസങ്ങൾ, അതുപോലെ ഏത് പ്രയാസത്തിൽ അത്ഭുതകരമായ വിടുതൽ കർത്താവ് നൽകണമേ എന്ന് ഞാൻ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഈ ആഴ്ചയിലാണ് നമ്മുടെ ഗുഡ് ഫ്രൈഡേ സർവീസ് കൊച്ചിയിലെ ബ്ലെസ്സിങ് സെൻറ്ററിലും അതുപോലെ മറ്റെല്ലാ ബ്ലെസ്സിങ് സെൻറ്ററുകളിലും നടക്കുന്നത്. അതിലേക്ക് തീർച്ചയായും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഓർക്കുക, ലോകം എമ്പാടും ഈ വെള്ളിയാഴ്ച ഗുഡ് ഫ്രൈഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായും നിങ്ങൾ വരണം. വളരെ സ്പെഷ്യലായിട്ടുള്ള സന്ദേശങ്ങൾ കേൾക്കാനും അതുപോലെ യേശുവിന് വേണ്ടി ഒന്നുകൂടെ അടുത്ത് ജീവിക്കാനുള്ള തീരുമാനമെടുക്കാനൊക്കെയുമുള്ള, മാത്രമല്ല ഒത്തിരി പേരെ കർത്താവ് വന്ന് സൗഖ്യമാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ തീർച്ചയായും വരണം. നാളത്തെ പ്രോഗ്രാം കാണാൻ മറക്കരുത്. ഗോഡ് ബ്ലെസ് യു. ബൈ. വിശുദ്ധ നാട് സന്ദർശനം. ബ്ലെസ്സിംഗ് ടുഡേ ടീമിനോടൊപ്പം വിശുദ്ധ നാടുകൾ സന്ദർശിക്കുവാൻ ഒരവസരം. ഈജിപ്ത്, ഇസ്രായേൽ, പാലസ്തീൻ, ജോർദാൻ എന്നീ 4 രാജ്യങ്ങളിലൂടെ ബൈബിൾ പഠനയാത്ര. ഓരോ സ്ഥലങ്ങളിലും വെച്ചുള്ള ബൈബിൾ ക്ലാസ്, സംഗീതാരാധന, ബ്രദർ ഡാമിയന്റെ പ്രത്യേക ബൈബിൾ ക്ലാസും വ്യക്തിപരമായി കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരവും. നിങ്ങളുടെ സീറ്റുകൾ നേരത്തെ ബുക്ക് ചെയ്യുക. വിളിക്കുക 0484 422 111.